ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ചിക്കൻ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മസാലയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും 2 ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവോള എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നടു കട്ടാക്കിയിട്ട് അത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഈ മസാലയിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ മസാല കുക്കായി കിട്ടാനായിട്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അതുപോലെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചൂടുള്ള വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കുക്കായി കിട്ടാനുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ മസാല ആക്കി എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത ചിക്കൻ മസാലേൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.